കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ മുകളിൽ കയറിപ്പോയി ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇതേപോലെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനിവിടെ വിറക് എടുക്കാൻ കയറി വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഞങ്ങളിതിനെ ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെ പറയാറ്, പലരും പല പേരിലായിരിക്കും. അതുപോലെ തന്നെ കണ്ട ഇത് എന്നിട്ട് പണ്ട് ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കുന്ന മഷിത്തണ്ട് അതന്നെ കണ്ട ഇതുപോലെ ഉണ്ടായിരിക്കാണ്. അത് ഭംഗിയുണ്ട് കാണാം കേട്ടോ. എനിക്കിത് പറിച്ച് കളയാൻ തോന്നണില്ല, പക്ഷെ പറിച്ച് കളഞ്ഞിനി കുഴപ്പമില്ല. പക്ഷെ നല്ല ഭംഗിയിൽ നിൽക്കണ്ട. ഇതൊക്കെ ഇതിപ്പോൾ സാധാരണ മണ്ണിലാണെങ്കിൽ ഇത് ഇങ്ങനെ വലുതാവില്ല എന്ന് തോന്നുന്നു. ഇനി ചൂടടിക്കുമ്പോൾ അത് ഉണങ്ങി പോയിരിക്കും. പക്ഷെ ഇത് കുറച്ച് കളയാതെ പറ്റില്ലല്ലോ. ഞാനിവിടെ വിറകെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. ഇതിന് ഭയങ്കര വിലയുള്ള സാധനം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും ആർക്കും ആരും എടുക്കുന്ന ആൾക്കാരോ ഒന്നും ഇല്ലെന്ന് തോന്നണം. ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെ പറയാറുണ്ട് പണ്ട്. ഞങ്ങളുടെ വിറകാണ് കേട്ടാ. ഇത് കൊല്ലങ്ങളായി പിടിക്കണ. എനിക്ക് തോന്നുന്നു ഒരു 4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ വേറെ തെങ്ങിൻ്റെയും അതുപോലെയുള്ള വിറകൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കുറേശ്ശെ. അങ്ങനത്തെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ വിറകൊക്കെ എടുക്കാമല്ലോ. ഇത് പ്ലാവാണ്, നല്ല കാതൽ മാത്രമായിട്ടുള്ള പ്ലാവാണ്. അപ്പോൾ ഇത് എടുക്കാൻ അങ്ങനെ തോന്നണില്ല. ഞാൻ ഗ്യാസ് ഉപയോഗിക്കണം, പക്ഷേ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഞാൻ അടുത്ത് കത്തിക്കും. അപ്പോൾ മറ്റ് വിറകൊക്കെ എടുത്ത് ആണ് കത്തിക്കാറ്. ഓക്കെ, ഞാനത് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ബൈ. വീടിൻ്റെ ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വീടിൻ്റെ ആയുസ്സും കൂടി നോക്കണ്ടേ. അപ്പോൾ വേറെ ഒക്കെ ഞാൻ കുറച്ച് കളഞ്ഞു കേട്ടോ. ഇതിൻ്റെ എല്ലാം ക്ലീനാക്കി. ഞാനേ ഈ നമ്മുടെ ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ചു നോക്കി, ഈ ചെടിയുടെ കായ്ക്ക് വല്ല വിലയാണ്. ഒരു വിലയില്ലെന്ന് പറയാം.